ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സാബു സാറിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ CI സാറിനെ കൂട്ടി വേദ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തിനാണോ വിക്രത്തിനെ അറസ്റ്റ് ചെയ്തത്? ഡോക്യുമെന്റ്സ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാർ. ഡോക്യുമെന്റ്സ് താൻ കത്തിച്ചു കളഞ്ഞതല്ലേ? എന്താടോ താൻ കളിച്ച വങ്കത്തരം? സോഷ്യൽ മീഡിയ വഴി ലൈവ് കണ്ടോണ്ടിരിക്കുവോ ആളുകൾ മുഴുവൻ, മനസ്സിലായോ തനിക്ക് എന്ന് ചോദിച്ചു. അപ്പൊ വേദ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പൊ വേദയുടെ ആണ് എന്ന് നമ്മുടെ സാബു സാറിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അതെ സർ, ഒരു കാര്യം കൂടിയുണ്ട്. വെറും ഫൈൻ മാത്രം അടച്ചുവിടേണ്ട ഒരു കേസായിരുന്നു. വേണമെങ്കിൽ വണ്ടി ഇവർക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. അതിനു പകരം വിക്രത്തിനെ പൂർണ്ണ വൈരാഗ്യം മൂലം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ത്വരയായിരുന്നു ഇയാൾക്ക്. അല്ലാതെ മാത്രമല്ല, പിന്നെ വിക്രത്തിന്റെ പേരിൽ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ ചാർജ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്തു സർ. അതൊന്നും പോലീസിന്റെ കയ്യിൽ ഈ മയക്കുമരുന്നൊക്കെ എവിടുന്ന് കിട്ടുന്നു സർ? അത് എവിടുന്ന് വരും സർ? ഇതൊരു വലിയൊരു കുറ്റകൃത്യമാണ്. ഇയാൾക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് എനിക്കിതെല്ലാം നാട്ടുകാരോട് വിളിച്ചു പറയേണ്ടി വരും സർ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അയാളെ ഇങ്ങോട്ട് പുറത്തിറക്കണോ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിനെ അടിച്ച് ചതച്ചു. ഇത് കണ്ടപ്പോ വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പൊ വിക്രത്തിനെ എടുത്തുകൊണ്ടുവന്നിട്ട്, സർ ഇത് കണ്ടോ സർ? ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഇൻസ്പെക്ടർ സാബു ഇത് ചെയ്തത്. ഇയാൾക്ക് വിക്രത്തിനോടുള്ള വൈരാഗ്യം. 2, വിക്രത്തിനെ തല്ലി ചതയ്ക്കാൻ ഇയാൾ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് സർ. ഇത് 2മാണ് കാരണം. മയക്കുമരുന്ന് കേസിൽ കുടുക്കി അകത്താക്കിയാൽ വിക്രത്തിന് ജാമ്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇന്ന് വരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്ത വിക്രത്തിന്റെ ശരീരത്തിൽ ഇയാൾ അത് ചെയ്യാൻ നോക്കി സർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സർ, ദയവ് ചെയ്ത് പോലീസുകാർ ക്രിമിനലുകളെക്കാൾ മോശമായാൽ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്താകും സർ? ഒന്ന് പറയണം സർ. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഇല്ല സർ, ഒരിക്കലുമില്ല. എനിക്കും വിക്രത്തിനും ഇയാൾക്കെതിരെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞു വേദ. പിന്നെ സർ, ഒരു കാര്യം കൂടി. വിക്രത്തിന്റെ ദേഹത്ത് ഇയാൾ മയക്കുമരുന്ന് കുത്തിവെക്കാൻ ശ്രമിച്ചു എന്ന് പോലീസുകാരൻ പറഞ്ഞത് സർ തെളിവായി സ്വീകരിക്കണം. അത് മാത്രമല്ല, ഇൻസ്പെക്ടറുടെ കയ്യിലുള്ള ആ സിറിഞ്ചും മരുന്നും അത് തൊണ്ടിയായി സ്വീകരിക്കണം സർ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അയാളുടെ മുറി പരിശോധിച്ച് വിക്രത്തിനെ ചതിക്കാൻ ശേഖരിച്ചു വെച്ച ആ സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കണം സർ. വിക്രത്തിനെ ആശുപത്രി കൊണ്ടുപോയി ദേഹത്തെ മുറിവും ചതവും പരിശോധിച്ച് രേഖയാക്കണം എന്ന് പറഞ്ഞു. ഇയാള് ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം സർ. ശരി സർ, അത് പിന്നെ എന്ന് പറഞ്ഞു. ശരിക്കും ഇയാളുടെ റൂം പരിശോധിക്കണം. ഇതിനെതിരെ നടപടി ഉണ്ടാവും. നിങ്ങൾ ഇയാളുമായി ആശുപത്രിയിലേക്ക് ചെല്ല്. ഒരു CPO കൂടെ വരും. ഞാനിവിടെ തന്നെ കാണും. അതിനുശേഷം ഇവിടെ വന്ന ശേഷം എന്താണെങ്കിലും ആ ഒരു പരാതി എഴുതി തരണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ എന്ന് പറഞ്ഞ് വേദ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതിനു മുൻപ് വിക്രം നമ്മുടെ സാബു സാറിനെ ഒന്ന് നോക്കിയിട്ടോ. എന്നിട്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പം സാറ്, നമ്മുടെ CI സാറ് സാബു സാറിന്റെ വലം കൈയാണ്. വാടോ അകത്തേക്ക് എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഇയാളെ. അപ്പൊ വേണ്ട വിക്രത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ശേഷം നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തില് നമ്മുടെ രാജേട്ടനും ജോസഫും ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടി എടുത്തോണ്ട് ജോസഫ് വന്നു, കാറ് വിളിച്ച് വരും. ഈ സമയത്ത് വിശ്വം പുറത്തിരിക്കുകയാണ്. അമ്മേ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു. എന്താടാ, എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വം വേഗം വന്നു കേട്ടോ. അപ്പൊ വേഗം അവനെ അവിടെ കൊണ്ട് ഇരുത്തി, അയ്യോ മോനെ എന്ത് പറ്റിയടാ, എന്താ പറ്റിയേ? അപ്പൊ വേഗം എല്ലാരും ഓടി വന്നു. അത് അമ്പലത്തിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. വണ്ടിയുടെ പേപ്പർ ശരിയല്ല എന്ന് പറഞ്ഞ് ആ ഇൻസ്പെക്ടർ വിക്രത്തിന്റെ പേരില് വഴക്കായി. വിക്രത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങി കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം വിക്രവുമായിട്ട് അടിയായി. പോലീസിനെ തല്ലി എന്ന് പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇട്ട് തല്ലി ചതച്ചു അല്ലേ? എത്ര തവണ ഇത് സംഭവിക്കുന്നു? ഇതിപ്പോ അകത്ത് വെച്ച അയാളും പുറത്ത് വെച്ച് ഇവനും എന്ന രീതിയിൽ 2 പേരും തമ്മിൽ മത്സരം നടക്കുമല്ലേ അമ്മേ എന്ന് നമ്മുടെ ജോസഫേട്ടൻ പറയാണ് കേട്ടോ. ആരാ ജയിക്കുന്നതെന്ന് തീരുമാനമായാലേ കാര്യം നടക്കൂ. മതി, ഇനി ഇതിന്റെ പേരിൽ ഒരു ബഹളത്തിന് നിൽക്കണ്ട. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അത് പോട്ടെ എന്ന് പറഞ്ഞു കമല. അങ്ങനെ പോരമ്മേ, നിയമപരമായി തന്നെ മുന്നോട്ട് പോണം. അതിന് അപ്പൊ വേഗം തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന് ഒരു പരാതി ആ ഇൻസ്പെക്ടറിനെതിരെ കൊടുക്കാമായിരുന്നു വിക്രം. അതൊക്കെ വേദ അപ്പോൾ തന്നെ ചെയ്തു. അതെയോ എന്ന് ചോദിച്ചു.
പക്ഷെ അപ്പോഴാണ് ആ ട്വിസ്റ്റ്. ആ CI വേദയുടെ പരാതി കേട്ട സ്റ്റേഷൻ വരെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ ജോസേട്ടൻ പറയണം, പക്ഷെ പോലീസുകാരെപ്പോഴും ഒന്നിച്ചല്ലേ നിൽക്കുള്ളൂ, എന്ന് വെച്ചാ അവര് വേദയുടെ പരാതി സ്വീകരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ വേദ ഇങ്ങനെ ആലോചിക്കുക, ഇയാളുമായിട്ട് ആശുപത്രി ചെല്ല എന്ന് പറഞ്ഞിട്ട് വേദ ഉള്ള ആശുപത്രി പോയിട്ട് നേരെ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതിക്ക് അയച്ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും CI സാർ എവിടെ എന്ന് ചോദിച്ചു. സാറില്ല, എന്നോട് വരാൻ പറഞ്ഞിരുന്നു, എന്ന് അകത്തേക്ക് ചെല്ലോ എന്ന് പറഞ്ഞു. നേരെ അകത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ സാബു സാർ അവിടെ ഇരിപ്പുണ്ട്. സാബു സാറിന്റെ അടുത്തേക്ക്, മാഡം വരൂ, വേഗം ഭവ്യതയോടെ എഴുന്നേറ്റിരുന്നു. അപ്പൊ ഇരുന്നു. അല്ല, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടർമാർ എന്ത് പറഞ്ഞു എന്ന് ചിരിച്ചു വേദ. അല്ലെങ്കിലും ജീപ്പിൽ നിന്ന് എടുത്തു ചാടിയാല് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞൂടെ? ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഓഹോ, അങ്ങനെ സമാധാനിക്കാം അല്ലേ മാഡം? ഓഹോ, അപ്പൊ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? മാഡം എന്താ പറയുന്നത്? റോഡിൽ വെച്ച് എന്നെ തല്ലി താഴെയിട്ടിട്ട് പോലും ഞാൻ എന്തെങ്കിലും ചെയ്തു മാഡം? ഒന്നും ചെയ്തില്ല. അതെ, ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോ വണ്ടി എടുത്ത് ചാടാൻ തോന്നിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? മാഡം ലൈവ് ചെയ്ത് പിന്നെ അത് മാത്രമല്ല CI വിളിച്ചുകൊണ്ട് സത്യമല്ലാതിരിക്കുവോ? CIക്ക് കാര്യം ബോധ്യപ്പെട്ടു, പുള്ളി തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ മാഡം ഇടപെട്ട സ്ഥിതിക്ക് ഞാൻ കേസൊന്നും തൽക്കാലം എടുക്കരുതെന്ന് CI എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാഡം ചെല്ല്. അപ്പൊ വേദ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചിട്ട് പതുക്കെ ഇറങ്ങി പോന്നു കേട്ടോ. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. CI രക്ഷിക്കാനല്ല വന്നതല്ലേ, സാബുനെ ശിക്ഷിക്കാനല്ലേ? പിന്നല്ലാതെ ഡിപ്പാർട്ട്മെന്റിനുള്ളവര് ഒരുപോലെ നിൽക്കും എന്നല്ലാതെ ആ കൂടെ നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കും എന്ന് വിചാരിക്കുന്നവര് തലയ്ക്കകത്തെ അത്ര വേക്കൻ്റ് ഒന്നും അല്ലെന്നേ എന്ന് ഉടനെ നന്ദിനിയുടെ വക ഒരു കമന്റും. ഒന്നും മിണ്ടിയില്ല വേദയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. മതി, ഒന്ന് നിർത്ത്. കേസൊന്നും കൂടാതെ ഇവനെത്തിയതിൽ ഇവിടേക്ക് തിരിച്ചെത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. മക്കളെ, ഇവനെ ആ റൂമിലേക്ക് കടത്ത്, ഇച്ചിരി ചൂട് വെള്ളം പിടിക്കണം. അതൊന്നും വേണ്ടമ്മേ. വേണ്ടെന്ന് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. ശ്രീജെ, നീ വേഗം ഇത്തിരി വെള്ളം വെക്കാം. അപ്പൊ ശ്രീജ പോയി വെള്ളം വെച്ചു. വേഗം തന്നെ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവര് റൂമിലേക്ക് പോവാട്ടോ. അപ്പൊ എല്ലാ രാജേട്ടനും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചെന്നു. എന്നിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഷർട്ട് ഊരാൻ സഹായിക്കാൻ ചെന്നപ്പോ വേദയോട് ദേഷ്യപ്പെട്ടു. വേദ അപ്പുറത്തേക്ക് മാറിയിരുന്നു. ബാക്കി ഇവരൊക്കെ ചെയ്തു കേട്ടോ. നീ കൊടുത്തതിന് പലിശ അടക്കം അയാള് വീട്ടി അല്ലടാ. നീ കിടക്കാൻ നോക്ക്, എന്നാ ഞങ്ങള് പോട്ടേടാ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് രാജേട്ടനും ജോസും പോയി കേട്ടോ. അപ്പൊ വേദ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ ചൂട് പിടിക്കാനായിട്ട് കമല വന്നു. എന്നിട്ട് അമ്മേ പതുക്കെ എന്ന് പറഞ്ഞു. എന്നാലും ഒരു കണ്ണിച്ചോര ഇല്ലാത്ത പരിപാടിയായല്ലോ, ആ കാലമാടന്റെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കഷ്ടം തന്നെ. അപ്പൊ ചൂട് പിടിക്കുന്നതിനിടയ്ക്ക്, എൻ്റെ അമ്മേ, ആ SIയോടുള്ള ദേഷ്യം എന്റെ പുറത്ത് കാണിക്കല്ലേ എൻ്റെ അമ്മേ, വേദനിക്കുന്നു. നാട്ടുകാർക്ക് വേണ്ടി എന്തിനാ മോനെ നീ ഇങ്ങനെ തല്ലുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടല്ലേ ആ ഇൻസ്പെക്ടർക്ക് ഇത്രയും ദേഷ്യം നിന്നോട് തോന്നാൻ കാരണം? അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയണ്ട. പിന്നെ എന്റെ കണ്ണടയുന്നത് വരെ ഇങ്ങനെയൊന്നും സംഭവിക്കല്ലേ. ആരോഗ്യത്തോടെയും ആയുസോടെയും ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അങ്ങനെ വേണമെങ്കിലേ ആദ്യം നിന്റെ കൂട്ടുകെട്ട് അതൊന്ന് ഒഴിവാക്കി കിട്ടണം, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. ഇത്രയും കാലം ജീവിച്ചതുപോലല്ല ഇനിയുള്ള കാലം. ആ തോന്നല് നിനക്കും വേണം വിക്രം, മനസ്സിലാക്ക് നീ ആദ്യം എന്ന് പറഞ്ഞു. ആരെങ്കിലും ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ തന്നെ കുറച്ചൊക്കെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല നിനക്ക്. ഇന്ന് വിക്രം അങ്ങോട്ടേക്ക് വഴക്കിന് പോയതല്ലമ്മേ, ആ ഇൻസ്പെക്ടർ മനഃപൂർവ്വം ചെയ്തതാ എന്നുടനെ വേദ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ വേതാളമേ, അല്ലെങ്കിലേ ശരീരം വേദനിച്ചിട്ടും വയ്യ, അതിനിടയ്ക്ക് ഒരു കുറ്റപ്പെടുത്തലൂടെ കേൾക്കാൻ വയ്യ. ശരി, അപ്പൊ വേദ കണ്ണുകൊണ്ട് കാണിച്ചു ഞാൻ ചെയ്തോളാം എന്ന്. അപ്പൊ പതുക്കെ കമല എഴുന്നേറ്റ് പോയി. അപ്പൊ വേദ പതുക്കെ ചെന്ന് ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുക. ഇത് കണ്ടപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ, വിക്രത്തിന് അടി കിട്ടിയത് ഓർത്ത്. ആദ്യം അമർത്തിയപ്പോ വേദന ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ചെയ്യുന്നതാ കറക്റ്റ്. പക്ഷെ വേദയാണെന്ന് ആൾക്ക് മനസ്സിലായതേ ഇല്ല കേട്ടോ. അപ്പൊ വേദ പതുക്കെ ചൂടൊക്കെ പിടിച്ച് എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പൊ വേദയുടെ കണ്ണീന്ന് കണ്ണീര് വിക്രത്തിന്റെ പുറത്തേക്ക് വീണു. എന്തിനാ അമ്മ കരയുന്നത്? ഇത് 2 ദിവസം കൊണ്ട് മാറില്ലേ, സെറ്റ് ആയിക്കോളും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് അമ്മ അപ്പുറത്ത് മാറിയിരുന്ന് ഭയങ്കര കരച്ചില്. സമയത്ത് വിഷു വന്ന് ഇതെന്തിനാ അമ്മ കരയണേ എന്നിങ്ങനെ ചോദിക്കാം. അതെ, ഇത്ര വലിയ കാര്യമാണോ? ഇതിപ്പോ അതൊരു പ്രശ്നമായിട്ട് മാറണ്ട.
വിഷമിക്കാതെ കുറച്ച് ദിവസം കൂടെ കഴിച്ച് നാളൂടെ കഴിഞ്ഞാൽ അവന്റെ ദശാസന്ധി മാറും എന്നല്ലേ ജോത്സ്യര് പറഞ്ഞത്. എന്റെ പൊന്ന് ശ്രീജേച്ചിക്ക് വല്ല വട്ടുണ്ടോ എന്ന് നന്ദിനി ചോദിക്കാം. പോലീസുകാരുടെ മെക്കിട്ട് കയറുകയും ചെന്നാല് അവരെ തിരിച്ചടിക്കും. അതിന് ദശാസന്ധിയും ജാതകവും ശരിയായാ പോരാ, സ്വഭാവം കൂടി നന്നാവണം എന്ന് പറഞ്ഞു. എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞത് കാര്യമാ എന്ന് പറഞ്ഞു നന്ദിനി. അവനെ ഇൻസ്പെക്ടറുടെ വഴിയിലിട്ട് തല്ലിയെന്ന് വിനേട്ടൻ അന്ന് പറഞ്ഞതാ, അതിനുവേണ്ടി കിട്ടിയതാ ഇന്ന്. ഒന്നും മിണ്ടാതിരിയന്റെ നന്ദിനി, അതൊക്കെ പറയാനുള്ള നേരാണോ? ഈ സമയം എന്താ നേരത്തിന് കുഴപ്പം? സത്യം ഏത് നേരത്തും പറയാലോ ശ്രീജേച്ചി. ശരിയാ നന്ദിനി, നീ പറഞ്ഞത് വളരെ സത്യം തന്നെയാ. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനുഷ്യന്മാരുടെ ചിലപ്പോ കാലദോഷ സമയത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് എന്റെ മകന്റെ ദോഷ സമയം തീർന്നിട്ടില്ല. അതമ്മ പറഞ്ഞത് വളരെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ആ വേദ വന്ന് കയറിയത് സമയം മുതലാ ദോഷം തുടങ്ങിയത്. ദുരന്തം വന്ന് ഭവിക്കുന്നത് ഏറ്റവും മോശ സമയത്തായിരിക്കുമല്ലോ. നിനക്ക് വേദയോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചാൽ പോരെ, ഇങ്ങനെ കറക്റ്റ് സമയത്ത് പുറത്തെടുക്കണോ നന്ദിനി എന്ന് ചോദിച്ചു ശ്രീജ. എനിക്ക് ദേഷ്യം ഒന്നുമില്ല ശ്രീജാച്ചി, അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ അവളെപ്പോലുള്ള വലിയ ആളുകളോട് ദേഷ്യപ്പെട്ടിട്ടോ അസൂയപ്പെട്ടിട്ടോ എന്ത് കാര്യം? നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ നന്ദിനി? നീ വേദയെ തരം കിട്ടുമ്പോഴൊക്കെ കുറ്റം പറയുന്നത് എന്തിനാ? അവള് കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. നീ എന്താ പറയാത്തത് അത് എന്ന് ചോദിച്ചു. അവനെ അല്ലെങ്കിൽ ഇന്ന് പോലീസുകാര് ഇനി എന്തൊക്കെ ചെയ്തേനെ അവനെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചോ. അമ്മ എപ്പോഴും അവളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാ തോന്നുന്നത്. അവള് നിർബന്ധിച്ച് അവനെയും കൊണ്ട് അമ്പലത്തിൽ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായത്. അങ്ങനെയൊന്ന് വിചാരിച്ചു നോക്കിക്കേ, എന്താ കുഴപ്പം? എന്ത് കഷ്ടം, മതിയാക്ക. ഇനി ഇതെല്ലാവരും കൂടെ സംസാരിച്ച് വഷളാക്കണ്ട എന്ന് പറഞ്ഞു വിശ്വം. 1-2 ദിവസം കഴിയുമ്പോൾ അവൻ പയറ് പോലെ എണീറ്റോളും. ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ, അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. ഈ സമയത്താണ് രാധ വരുന്നത്. ആ രാധേ, നീ വാ എന്ന് പറഞ്ഞു നന്ദിനി. അമ്മേ, വിക്രത്തെ എന്തോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടല്ലോ അമ്മേ, എന്താ ഉണ്ടായതമ്മേ? അറസ്റ്റ് ചെയ്യുക മാത്രമല്ല നന്നായിട്ട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലേ? വേദ കയ്യോടെ ഇറക്കിക്കൊണ്ടുവന്നു. എന്നിട്ടെന്നാ അവനെ മുറി കിടത്തി തൈല വിട്ട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പാവം, ശരിക്കും നന്നായി തല്ലുകിട്ടിയ പാടുണ്ട് ശരീരം മുഴുവൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു രാധ. അപ്പൊ കമല, രാധേ, ഇപ്പൊ അവിടെ ചെന്ന് അവനെ കാണുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മേ, അവരുടെ റൂമിൽ അവന്റെ ഭാര്യ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അതിനിടയിലേക്ക് നീ ചെന്ന് കയറുന്നത് ഉചിതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, വേണ്ട, ഒന്നും പറയണ്ട. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്, അതുകൊണ്ട് അത് ഓർമ്മ വേണം. ഇനിയും അവരുടെ പാട്ടിന് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ രാധയ്ക്ക് ഭയങ്കര സങ്കടമായി. രാധ ഒന്നും മിണ്ടിയില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മേ, അവളൊരു പാവം അമ്മേ, അവളോട് എന്തിനാ ഇങ്ങനെയൊക്കെ? നന്ദിനി, അവള് പാവമാണെന്ന് മനസ്സിലാക്കാൻ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, മനസ്സിലായോ? ഞാൻ അവളെ കുഞ്ഞുനാള് മുതൽ കാണാൻ തുടങ്ങിയതാ. പക്ഷെ എനിക്കിതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് കമല അങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പൊ രാധ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് റൂം അടച്ചു കിടക്കുകയാണ്. ഈ സമയം പതുക്കെ ചെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ വേദ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആളാകെ ഭയങ്കര സങ്കടത്തില് നേരെ എന്താ പറയാ ഓട്ടോയൊക്കെ എടുത്ത് പുറത്തേക്ക് പോവാണ്. കൊണ്ട് നമ്മുടെ വിക്രം ഉറങ്ങിട്ടോ, ആളൊന്നും മയങ്ങി എണീറ്റു. ഇപ്പൊ വേദ അങ്ങോട്ടേക്ക് വന്നിട്ട്, വിക്രം എവിടെ? കുറച്ചു നേരം ഒന്ന് മയങ്ങി, ഇപ്പൊ അതേ ഉമ്മർത്ത് വന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. വേദ പറഞ്ഞ പോലെ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടോന്നറിയില്ല, നോക്കിയേ. അപ്പൊ വേദ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കാട്ടോ. ആ, കൊള്ളാം, നന്നായിട്ടുണ്ട് ശ്രീജേടത്തി എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ, ഇതെങ്ങനെയാ വേദയ്ക്ക് അറിയാവുന്നത്? ഇത് എവിടുന്ന് പഠിച്ചു? മുത്തശ്ശിയുടെ റെസിപ്പിയാ. എവിടെയെങ്കിലും ചെറുപ്പത്തിൽ വീണിട്ടും തട്ടിയിട്ടും ഒക്കെ ശരീരത്തിലെ ചതവും നീരും ഒക്കെ ഉണ്ടാകുമ്പോ അത് മാറാൻ വേണ്ടി എങ്ങനൊരു സൂപ്പ് ഉണ്ടാക്കി തരും. അപ്പൊ സുധാകരൻ മാഷ കളിക്കുന്നതിനിടയിൽ വീണ് ചതയുന്നത് പോലല്ല പോലീസുകാർ തല്ലി നടുവൊടിക്കുന്നത്. അച്ഛാ, വിക്രോധന ഞാൻ അറിഞ്ഞു ശ്രീജെ, എല്ലാം വിശദമായിട്ട് തന്നെ കേട്ടറിഞ്ഞു. സത്യം എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇന്നിപ്പോ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടായില്ലല്ലോ. മുമ്പ് ചെയ്ത തെറ്റുകൾ കിട്ടാനുള്ളത് മുഴുവൻ ഇതുവരെയും വാങ്ങി കഴിഞ്ഞിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനാ? അപ്പൊ ആ സൂപ്പ് എടുത്ത് അച്ഛൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മണത്തിങ്ങനെ നോക്കുക കേട്ടോ.
ഒന്ന് മണത്ത് നോക്കിയിട്ട് ആ ചതവ് മാറാനായിട്ട് ഇതുകൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമുണ്ട്, ഇച്ചിരി ചെന്നിനായകം വാങ്ങിയിട്ട് അത് പച്ചമുട്ടയുടെ വെള്ളയിൽ ചേർത്ത് അടിച്ചിട്ട് കൊടുക്ക്, നീർക്കെട്ട് പോവാൻ അതാ നല്ലത് എന്ന് പറഞ്ഞ് മാഷപ്പുറത്തേക്ക് പോയി. അപ്പൊ വേഗം തന്നെ നമ്മുടെ ശ്രീജ പറയുകയാണ്, അച്ഛൻ പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. അയ്യോ അച്ഛൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയായിരിക്കും, അതൊരു നാടൻ മരുന്നാ, ഫലിക്കും എന്ന് ഉടനെ. എന്നിട്ട് നൈരയിൽ എടുത്തു കൊടുക്കൂടെ. അയ്യോ വേണ്ട ശ്രീജയെടുത്തി തന്നെ കൊടുത്താൽ മതി, ചിലപ്പോ ഞാൻ കൊടുത്താൽ വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ. അപ്പൊ ശ്രീജയും കൊണ്ടുപോയി വിക്രത്തിന് കൊടുക്കുക. എന്താ ശ്രീജ അത്? ഇച്ചിരി സൂപ്പ് ആവശ്യട്ടാ. സൂപ്പോ? വേഗം എഴുന്നേറ്റ് വന്നു. ഒടുവും ചതവും ഒക്കെ ആണെങ്കിൽ അതിന് മരുന്നാണെങ്കിലും സൂപ്പാണല്ലോ. അപ്പൊ കുടിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ടല്ലോ ഏടത്തി, വേദയാ കൂട്ടൊക്കെ പറഞ്ഞു തന്നത്, ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം വേദയെങ്കിലും നോക്കുക കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ നമ്മുടെ ശ്രീനിവാസൻ വരുന്നുണ്ട്. ശ്രീനിവാസനെ പൊളിച്ചെടുക്കുവാണ് കേട്ടോ വേദ. അപ്പൊ അങ്ങനെയുള്ള അടിപൊളി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് കാണാം. ബൈ ആൻഡ് സി യു.